ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വേറെ ഒന്നല്ല, പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. ചിലപ്പോൾ നമ്മൾ എന്താണ് അതിന് വേണ്ടി കുറച്ച് നേരം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ വീട്ടിലത്തെ സിറ്റുവേഷൻസോ ടെൻഷൻസോ ജോലിയിലെ കാര്യങ്ങൾ എന്തെങ്കിലുമായിട്ട് നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് എന്ന് മാറി നെഗറ്റീവ്സിലേക്ക് പോകില്ല. വീണ്ടും ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ വരും. പോസിറ്റീവ് ഒക്കെ വന്ന വഴിക്ക് അതിനേക്കാൾ സ്പീഡായിട്ട് ഓടും അല്ലേ. അത് വേറെ ഒന്നല്ല, പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയുന്ന പോലെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പണ്ടത്തേട്ട് പോവാണ്. കാരണം നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ പോസിറ്റീവിനും കൂടുതൽ നെഗറ്റീവ്സ് ആണ്. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ്സിനെ വകഞ്ഞു മാറ്റി പോസിറ്റീവിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് ഉപകരിക്കുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെയാണ് നയിക്കുന്നത്. ആ ഒരു ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും വീണ്ടും പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാലോ, ഇത് സ്റ്റോപ്പായി ഇനി മുന്നോട്ട് പോകില്ല എന്നൊരു ചിന്ത മാറ്റിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് സംസാരിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പറ്റുന്ന ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയുന്ന ഒരു പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു സക്സസ് വേയിലേക്ക് എത്താൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സ്ട്രോങ്ങർ ദാൻ ദി ഫീലിംഗ്. ആ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനേലും എൻ്റെ ഫീലിങ്സിനേക്കാൾ ഇമോഷൻസിനേക്കാൾ ഒക്കെ ഞാനാണ് ശക്തി, അല്ലെങ്കിൽ ഞാനാണ് സ്ട്രോങ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ദിസ് മൊമെൻറ്റ് വിൽ പാസ്. നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനാണ് ആയിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ തന്നെയല്ല അല്ലേ ജീവിതകാലം മുഴുവൻ, അതൊക്കെ മാറും. അപ്പോൾ ആ ഒരു വിശ്വാസം എപ്പോഴും പോസിറ്റീവായിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഐ ചൂസ് പീസ് നോട്ട് ടെൻഷൻ. ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുക, എപ്പോഴും എന്താ പറയുക തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ്, അല്ലെങ്കിൽ സമാധാനം, സന്തോഷം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കണം. ടെൻഷൻ നമുക്ക് വേണ്ടല്ലോ. ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഞാൻ മതി, എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ടിപ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.